ഹലോ എവ്രിവൺ, വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. നിസാമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പോയട്രിയുടെ ചോദ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഈ വീഡിയോയിലും ഞാൻ കുറച്ചുകൂടെ ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ചോദ്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് പറയാം. നിങ്ങളുടെ HSA പ്രിപ്പറേഷനിൽ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. സോ ഇൻട്രൊഡക്ഷൻ ബൈ കമലദാസിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം വരുന്നത്. വിച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ പോയം? തന്നിരിക്കുന്ന ഗ്രൂപ്പുകളിൽ ആരെയാണ് മെൻഷൻ ചെയ്യാത്തത് എന്നാണ് നമ്മുടെ ഓപ്ഷൻസ് ഉള്ളത്. ക്രിറ്റിക്സ്, ഫ്രണ്ട്സ്, ആൺസ് ആൻഡ് കസിൻസ്. ആൺസ് ഉണ്ട്, കസിൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ക്രിറ്റിക്സ്. ഈ ഗ്രൂപ്പുകളെ മെൻഷൻ ചെയ്യുന്നത് ആദ്യത്തെ ഭാഗത്താണ്. ഏതാണ് കോണ്ടെക്സ്റ്റ് എന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയാം. അവർ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇവർ പറയുന്നുണ്ട് ഡോണ്ട് റൈറ്റ് ഇൻ ഇംഗ്ലീഷ്, ഇറ്റ്സ് നോട്ട് യുവർ മദർ ടങ്. അപ്പോഴാണ് പറയുന്നത് ലിവ് മി അലോൺ, എന്നെ വെറുതെ വിട് എന്ന് പറഞ്ഞിട്ട് അവർ പറയാണ്. ആരൊക്കെ വിളിക്കുന്നുണ്ട്? ക്രിറ്റിക്സിനെ വിളിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട്, വിസിറ്റിംഗ് കസിൻസിനെ വിളിക്കുന്നുണ്ട്. സാധാരണ അമ്മായിമാരൊക്കെയാണ് കുറ്റം പറയാറില്ലേ? പക്ഷെ നമ്മുടെ പോയത്തിൽ എന്ത് പറയുന്നില്ല, ഈ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നില്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. സോ ആൻ ഇൻട്രൊഡക്ഷൻ ബൈ കമലദാസിലെ ഒരു ചോദ്യമായിരുന്നു നമ്മൾ കണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. Find the incorrect statement. Homer's Odysseus is homesick. Tennyson's Ulysses is old. Dante's Ulysses is dead. None of this. നമ്മൾ ടെന്നിസന്റെ യൂലിസീസ് എന്ന് പറഞ്ഞ പോയം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ട്. ഏത് വേർഷനുമായിട്ടാണ്, അല്ലെങ്കിൽ മുന്നേ എഴുതിയിട്ടുള്ള ഏതെങ്കിലും വർക്കുമായിട്ട് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഹോമറിൻ്റെ ഒഡീസി എന്ന് പറഞ്ഞ വർക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഡാന്റെയുടെ ഡിവൈൻ കോമഡിയിലെ ഇൻഫേർണോ എന്ന് പറഞ്ഞ കാൻറ്റോയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വേർഷനും കൂടെ നമുക്ക് കാണാൻ പറ്റും. ക്രിറ്റിക്സ് കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത് ഡാന്റെയുടെ വേർഷനുമായിട്ടാണ് അല്ലേ. അപ്പം മൂന്ന് ആളുകളുടെയും ക്യാരക്ടറിനെ കുറിച്ച് കൃത്യമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെന്നിസന്റെ വേർഷൻ യൂലിസീസ് എന്നുള്ളതിൻ്റെ ഓൾഡ് ആണ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൽ നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് എന്താണ് വൺ ബൈ വൺ ഡിസ്കസ് ചെയ്യാം. സോ ടെന്നിസൺസ് യൂലിസീസ് ഓൾഡ് എന്നുള്ളത് കൃത്യമാണ്, അത് കറക്റ്റാണ്. കാരണം നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് അവിടെ ഐഡിൽ കിങ് ആയിരിക്കുക ബാരൻ റാഗ്സിന്റെ ഇടയിലുള്ളത് എന്ന് പറയുന്നത് ഇറ്റ് ലിറ്റിൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൃത്യമായിട്ട് അടുത്ത് പറയുന്നുണ്ട് മാച്ച്ഡ് വിത്ത് എൻ ഏജ്ഡ് വൈഫ്. ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇദ്ദേഹം ഓൾഡ് ആണ്. ദെൻ ഹി മീറ്റ് ആൻഡ് ഡോൾ അൺഈക്വൽ ലോ ഓൺ ടു ദ സാവേജ് റേസ് എന്ന് പറയുന്നുണ്ട്. ആ സാവേജ് റേസ്, എന്നെ അറിയാത്ത, വെറും ഭക്ഷണം കഴിക്കുക, ഫീഡ് ചെയ്യുക, എന്ത് ചെയ്യാണ്, സമ്പാദിക്കുക, ഇത് മാത്രം അറിയുന്ന, എന്നാൽ നോ നോട്ട് മീ എന്നെ അറിയാത്ത സാവേജ് റേസിന് എന്താണ് നിയമങ്ങളും മീറ്റ് ആൻഡ് ഡോൾ അല്ലേ മെഷർ ചെയ്ത് ഈ അൺഈക്വൽ ലോസ് അവർക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ് എന്ന് പറയുന്നുണ്ട്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ ബി നമുക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. മാച്ച്ഡ് വിത്ത് എൻ ഏജ്ഡ് വൈഫ് എന്നുള്ളത് നമ്മുടെ പോയത്തിലുള്ളതുകൊണ്ട് ഓൾഡ് ആണ് എന്നുള്ള കാര്യം അറിയാം. ഇനി നമ്മൾ അറിയേണ്ടത് യൂലിസീസ് എന്ന് പറയുന്ന ആ പേര് റോമൻ ആണ് കേട്ടോ. റോമൻ നെയിമാണ് യൂലിസീസ്. അപ്പോൾ അതിന്റെ ഗ്രീക്ക് വേർഷൻ ആണ് ഒഡീസിയസ് എന്നുള്ളത് കേട്ടോ. അതിന്റെ ഗ്രീക്ക് വേർഷൻ ആണ് ഒഡീസിയസ്. ഹോമറിന്റെ ഒഡീസിയസ് വരുന്നത് ഒഡീസിയിൽ നിന്നാണ്. ഇദ്ദേഹത്തിന്റെ ഹോമറിന്റെ തന്നെ ഒഡീസിയിൽ നിന്നാണ് നമ്മുടെ ഈ വേർഷൻ വരുന്നത് കേട്ടോ. ഒഡീസിയാണ് ഒഡീസിയസിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു എപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒഡീസിയയിൽ നമ്മൾ നോക്കുമ്പോൾ ട്രോജൻ വോർ കഴിഞ്ഞിട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള പെനിലപ്പിയെയും തൻ്റെ മകനായിട്ടുള്ള ടെലിമാക്കസിനെയും കാണാൻ വേണ്ടി ഇട്ടാക്കയിലേക്ക് തിരിച്ചു പോവാൻ ആഗ്രഹിക്കുന്ന ഒരു ഒഡീസിയെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പം ഓപ്ഷൻ എയും കറക്റ്റ് ആണ് വരുന്നത്. ഇനി ഡാന്റെയുടെ യൂലിസി എന്ന് പറയുന്ന പേര് നോക്കണം നിങ്ങൾ. ഒഡീസിയസ് കണ്ടു, യൂലിസിസ് കണ്ടു. ഇനി യൂലിസീസ് എന്ന് പറഞ്ഞ പേരാണ്. ഇത് ഇറ്റാലിയൻ ആണ് കേട്ടോ, ഇറ്റാലിയൻ ആണ്. ആൻഡ് ഒഡീസിയസ് എന്നുള്ളത് ഗ്രീക്ക് ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കും. സോ ഡാന്റെയുടെ യൂലിസീസ് ഡെഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ യൂലിസിസ്, അതായത് ടെന്നിസന്റെ യൂലിസിസ് നമ്മൾ വായിക്കുമ്പോൾ ഐ വിൽ ഫോളോ ദ നോളജ് ലൈക്ക് എ സിങ്കിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈൻ ഉണ്ട്. ഒരു ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ നോളജിനെ തേടി പോകുമെന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു കാരണം കൊണ്ട് ദൈവം അദ്ദേഹത്തെ പണിഷ് ചെയ്യാണ്. ഇദ്ദേഹം പണിഷ് ചെയ്യും, ഇദ്ദേഹം എന്താണ് ഇൻഫോർണയിലേക്ക്, നരകത്തിലേക്ക് കൊണ്ടുപോവാണ്. സോ അവിടെ നമുക്ക് എന്ത് കിട്ടും? യൂലിസീസ് ഡെഡ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടും.
സോ തന്നിരിക്കുന്നതിലെ 3 സ്റ്റേറ്റ്മെൻറ്റും ഹോമറിൻ്റെ ഒഡീസിയസ് ഹോംസിക്ക് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കാരണം തൻ്റെ ഭാര്യയും മകനെയും തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ദെൻ നമ്മുടെ യൂലിസിസ്, ടെന്നിസന്റെ യൂലിസിസ് എന്ന് പറയുന്നത് ഓൾഡ് ആണ് എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. ദെൻ ഡാൻറ്റയുടെ യൂലിസി ഈസ് ഇറ്റാലിയൻ ആണ് എന്നുള്ള കാര്യം അറിയും. ദെൻ ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ആൻസർ നമുക്ക് ആദ്യം തന്നെ മാർക്ക് ചെയ്യാം. നൺ ഓഫ് ദീസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഡാൻറ്റയുടെ വർക്ക് വരുന്നത് ഒന്നാമത്തത് ഇൻഫേർണോ ആണ്. ഇൻഫേർണോ വരുന്നത് ഡിവൈൻ കോമഡിയുടെ ഒരു കാൻഡോ ആണ് കേട്ടോ. ഡിവൈൻ കോമഡിയിലാണ് ഈ ഒരു സാധനം വരുന്നത്. അതുകൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം, ഇൻഫേർണോ. ദെൻ നമ്മൾ പറയാനുള്ളത് ഇനി ഹോമറിൻ്റെ ഒഡീസിയസ് മുന്നോട്ടേക്ക് വെക്കുന്നത് ഗ്രീക്ക് ഹീറോയിസം ആണെങ്കിൽ ടെന്നിസന്റെ യൂലിസിസ് പറയുന്നത് വിക്ടോറിയൻ ഒപ്റ്റിമിസം ആണ് കേട്ടോ. വിക്ടോറിയൻ ഒപ്റ്റിമിസം ആണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. വിക്ടോറിയൻ ഒപ്റ്റിമിസം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹോമറിൻ്റെത് ഗ്രീക്ക് ഹീറോയിസം, ടെന്നിസൻ്റെത് വിക്ടോറിയൻ ഒപ്റ്റിമിസം, ഡാൻറ്റയുടേത് മിഡീവൽ മൊറാലിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മിഡീവൽ മൊറാലിറ്റി ആണ് ഈ പോയം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മിഡീവൽ മൊറാലിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. യെസ്, അതുകൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ ഇത്രയും പോയിന്റുകളാണ് നിങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത്. ഒഡീസിയസ് എന്ന് പറയുന്നത് ഗ്രീക്ക് നെയിമാണ്. ഹോമറിൻ്റെ ഒഡീസിയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഹീസ് ഹോംസിക്ക്, തിരിച്ച് വീട്ടിലേക്ക് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ ഗ്രീക്ക് ഹീറോയിസം ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തത് ടെന്നിസന്റെ യൂലിസിസ് ഈസ് ഓൾഡ് മാച്ച്ഡ് വിത്ത് എൻ ഏജ്ഡ് വൈഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. യൂലിസിസ് എന്ന് പറയുന്നത് റോമൻ നെയിമാണ്. ദെൻ അത് ഡിസ്കസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് വിക്ടോറിയൻ ഒപ്റ്റിമിസം ആണ്, അത് ഓർത്തിരിക്കുക. ഡാൻറ്റയുടേത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ദൈവം പണി ചെയ്യാണ്. സോ ഹീസ് ഡെഡ്. ഇൻഫേർണോ ഡിവൈൻ കോമഡി, മിഡീവൽ മൊറാലിറ്റി ആണ് ആ പോയം ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഹൗ മെനി സോണറ്റ്സ് ഡിഡ് വില്യം ഷേക്സ്പിയർ കമ്പോസ്? എത്ര സോണറ്റുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. 154 ആണ് അതിൻ്റെ എണ്ണം വരുന്നത് കേട്ടോ. 154 ഈ 154 എടുക്കുമ്പോൾ അതിനെ നമുക്ക് എന്താണ് 2 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തത് ആദ്യത്തെ 126 എണ്ണം ഒരു ഫെയർ യൂത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കൊരു ഫെയർ യൂത്ത് സീക്വൻസ് ആണ് എന്ന് പറയാം കേട്ടോ. ഫെയർ യൂത്ത് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മളോട് ചോദിക്കും, കാരണം നമ്മുടെ സോണറ്റ് 121 ആണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. സോണറ്റ് 121 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 മുതൽ 126 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സോണറ്റ് 121 ഫെയർ യൂത്ത് സീക്വൻസിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഈ 1 മുതൽ 126 ആദ്യത്തെ 17 എണ്ണം 1 to 17 നമ്മൾ പ്രൊക്രിയേഷൻ സോണറ്റുകൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. 1 to 17 പ്രൊക്രിയേഷൻ സോണറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ സ്പീക്കർ എന്ത് ചെയ്യുന്നുണ്ടോ, ആ ഫെയർ യൂത്തിന് തൻ്റെ സൗന്ദര്യവും തൻ്റെ ആ ലെഗസിയും കൂടെ എന്താണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ചിട്ട് അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറയാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ 17 എണ്ണത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രോക്രിയേഷൻ സോണറ്റുകൾ എന്ന് വിളിക്കുന്നത്. ദെൻ അവസാനത്തെ 28 എണ്ണം ഒരു ഡാർക്ക് ലേഡി എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ലേഡിയെ എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ്സ് ചെയ്തിരുന്നുണ്ട് കേട്ടോ. ഡാർക്ക് ലേഡി സീക്വൻസ് ആണ് എന്നുകൂടെ നമുക്ക് പറയാം. സോ ഈ ഒരു ഇൻഫോ കൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക. സോ 154 ഇൻ നമ്പർ, ആദ്യത്തെ 126 എണ്ണം ഫെയർ യൂത്ത് സീക്വൻസ് ആണ്. അതിലൊരു ഫെയർ യൂത്തിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതിലാണ് നമ്മുടെ സോണറ്റ് 121 വരുന്നത്. ആദ്യത്തെ 17 എണ്ണം പ്രൊക്രിയേഷൻ സോണറ്റുകളാണ്. എന്തുകൊണ്ടാണ് അതിനെ പ്രൊക്രിയേഷൻ എന്ന് വിളിച്ചത്, ആ ഫെയർ യൂത്തിനോട് കല്യാണം കഴിച്ചിട്ട് അടുത്ത ജനറേഷനിലേക്ക് തൻ്റെ സൗന്ദര്യവും ലെഗസിയും എന്താണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. കാരണം വയസ്സായി കഴിഞ്ഞാൽ അത് പോകുമല്ലോ സ്വാഭാവികമായിട്ടും. സോ അടുത്ത ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ പറയാം കേട്ടോ. ദെൻ അവസാനത്തെ 28 എന്ന് പറയുന്നത് ഡാർക്ക് ലേഡി എന്ന് പറഞ്ഞൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ലേഡിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത്. അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. Bitter Fame is a biography of Sylvia Plath written by which author? Anne Sexton, Ted Hughes, Janet Malcolm and Stevenson. നമുക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. സിൽവിയ പ്ലാത്തിന്റെ ബയോഗ്രഫിയാണ് ബിറ്റർ ഫെയിം എന്നുള്ളത് നമുക്ക് കിട്ടും. സോ നമ്മളോടൊരു ചോദ്യം തരാം, തന്നിരിക്കുന്ന വർക്കുകളിൽ സിൽവിയ പ്ലാത്തിന്റെ ബയോഗ്രഫി ഏത്? സോ ബിറ്റർ ഫെയിം ഒന്നാമത് കിട്ടി. രണ്ടാമത്തേത് അത് എഴുതിയ വ്യക്തി ആരാണ്? ആൻ സെക്സ്റ്റൺ ഉണ്ട്, ആൻ സ്റ്റീവൻസൺ ഉണ്ട്. ആൻ സെക്സ്റ്റൺ എന്ന് പറയുമ്പോൾ
ഒരു നമ്മൾ സിൽവിയ പ്ലാത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കൺഫസ് ചെയ്യാറുണ്ട് അല്ലേ, കൺഫെഷണൽ പോയട്രി ആണ്. സോ ആൻ സെക്സ്റ്റനും ഒരു കൺഫെഷണൽ പോയറ്റ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ ബിറ്റർ ഫെയിം എഴുതിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ആൻ സ്റ്റീവൻസൺ ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും. ദെൻ അത് അവരുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ടെഡ്യൂസ് ഉണ്ട്, അവരുടെ വർക്കുകളൊക്കെ എന്താണ് എഡിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. സോ ഡാഡി എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിൽ എന്താണ് ടെഡ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അത് ആ വർക്ക് എഡിറ്റ് ചെയ്തത് ആരാണ്? ടെഡ്യൂസ് ആണ്. ഇന്ന കാര്യങ്ങളൊക്കെ എന്താണ് നിങ്ങൾ ഓർത്തു വെക്കണം. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം, സ്കൈലാർക്കിലേക്കാണ് അല്ലേ. Into a skylark, Shelley compares the bird to many wondrous things. Which of the following is not among them? An aristocratic maiden, a moping owl, a pensive poet, a protected flower. So നമുക്കറിയാം ടു എ സ്കൈലാർക്ക് 21 സ്റ്റാൻസാസ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. ആ സ്റ്റാൻസാസിലൊക്കെ കൂടുതലും എന്താണ് സിമിലിയും മെറ്റഫറും യൂസ് ചെയ്തിട്ട് ആ സ്കൈലാർക്കിനെ കമ്പയർ ചെയ്യുന്നുണ്ട് കുറേ കാര്യങ്ങളുമായിട്ട്. അതിലൊരു അരിസ്റ്റോക്രാറ്റിക് വുമണിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടോ? ഉണ്ട് അല്ലെ. ഒരു ഹൈ ബോൺ മെയ്ഡൻ, ഒരു പാലസ് ടവറിലുള്ള ഒരു ഹൈ ബോൺ മെയ്ഡനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഹൈ ബോൺ അല്ലെ, ഹൈ ബോൺ മെയ്ഡനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഒന്നാമത് ശരിയാണ്. ഒരു പെൻസീവ് പോയറ്റിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഒരു പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കണ്ടംപ്ലേറ്റീവ് ആയിട്ടുള്ള ഒരു പോയറ്റ്. കണ്ടംപ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പോയറ്റ് ഹിഡൻ ഇൻ ദ ലൈറ്റ് ഓഫ് തോട്ട് എന്ന് പറയാം. അതും പറയുന്നുണ്ട് അല്ലേ. ഹിഡൻ ഇൻ ദ ലൈറ്റ് ഓഫ് തോട്ട് എന്ന് പറയുന്ന ഒരു ലൈന് നമുക്കതിൽ കാണാൻ പറ്റും. എ പ്രൊട്ടക്റ്റഡ് ഫ്ലവർ, ഒരു റോസ് ഫ്ലവറിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൽ ലീവ്സ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു എംപവേർഡ് ബൈ ഇറ്റ്സ് ഓൺ ലീഫ് ആയിട്ടുള്ള ഒരു റോസ് ഫ്ലവറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം ഓപ്ഷൻ എയും നമുക്ക് എന്ത് കൊടുക്കാം? എന്നാൽ മോപ്പിംഗ് ഔൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പോയത്തിൽ വരുന്ന ഒരു കാര്യമല്ല. മോപ്പിംഗ് ഔൾ എവിടെയാ വരുന്നത്? എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡാണ്. എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡിലാണ് മോപ്പിംഗ് ഔളിനെ കുറിച്ചിട്ട് പറയുന്നത്. അവിടെ നമ്മുടെ പോയറ്റ് എന്താണ് ആ സെമെട്രിയിലൂടെ നടക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ആ സോളിട്രി റെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്? മൊളസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഔൾ എന്ത് ചെയ്യുന്നുണ്ട്? മൂണിനോട് കംപ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നിട്ട് ഒരു സ്റ്റാൻസ് അതിലുണ്ട്. സോ മോപ്പിംഗ് ഔൾ വരുന്നത് നമ്മുടെ എലിജി റിട്ടേൺ ഇൻ എ കൺട്രി ചേർച്ച് യാർഡിലാണ് വരുന്നത് കേട്ടോ. സോ ഏതെല്ലാം കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സ്കൈലാർക്കിനെ കമ്പയർ ചെയ്യുന്നു എന്നുള്ളൊരു സാധനം ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കട്ടോ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following is not used as an adjective to describe Kamala Das language in an introduction? So നേരത്തെ നമ്മൾ പറഞ്ഞു ആ ലാംഗ്വേജ് യൂസ് ചെയ്തതിനെ കുറിച്ചിട്ടില്ല. സോ ആ ലാംഗ്വേജിന് ഒരുപാട് അഡ്ജക്റ്റീവുകൾ യൂസ് ചെയ്തുകൊണ്ട് അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ അത് ഏതെല്ലാമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ ലാംഗ്വേജിനെ കുറിച്ചിട്ട് അവർ പറയുന്നത് അതിൻ്റെ ഡിസ്റ്റോർഷൻ ആയാലും അതിൻ്റെ ക്യൂർനെസ് ആയാലും എല്ലാം എൻ്റെതാണ്. ഇറ്റ്സ് ഹാഫ് ഇംഗ്ലീഷ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം അവർ യൂസ് ചെയ്യുന്നല്ലേ ഹാഫ് ഇംഗ്ലീഷ്. ഹാഫ് ഇന്ത്യൻ ആണ്. ഫണ്ണി പെർഹാപ്സ്, ചിലപ്പോൾ തമാശയായിരിക്കും, ബട്ട് ഇറ്റ് ഈസ് ഓണസ്റ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ദെൻ അവർ അവസാനമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് ആസ് ഹ്യൂമൻ ആസ് ഐ ആം. ഞാൻ എങ്ങനെയാണോ ഹ്യൂമൻ അതേപോലെയാണ് എൻ്റെ ലാംഗ്വേജ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഹ്യൂമൻ എന്നുകൂടെ പറയുന്നുണ്ട്. നമുക്ക് എന്ത് പറയുന്നില്ല? പോയറ്റിക് ആണ് എന്ന് പറയുന്ന ഒരു സാധനം അതിൽ പറയുന്നില്ല. സോ ഹാഫ് ഇന്ത്യൻ, ഹാഫ് ഇംഗ്ലീഷ്, ഫണ്ണി, ദെൻ ഓണസ്റ്റ്, ഹ്യൂമൻ, ഇത്രയും കാര്യങ്ങൾ അഡ്ജക്റ്റീവുകൾ വെച്ചിട്ടാണ് അവർ അവരുടെ ലാംഗ്വേജിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത് കേട്ടോ. സോ ലാംഗ്വേജ് ആൻഡ് ഇൻട്രൊഡക്ഷനിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലാംഗ്വേജിനെ കുറിച്ചിട്ട് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഏതെല്ലാം ലാംഗ്വേജുകൾ അവർക്ക് അറിയാം, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് ഏത് ലാംഗ്വേജിലായിരുന്നു എഴുതിയിരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എന്താണ് ഈ ഒരു പോയത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്താണ് ലൈൻ ബൈ ലൈൻ ഒന്നുകൂടെ വായിച്ച് നോക്കി കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഡാഡി, വാട്ട് ഡസ് സിൽവിയ പ്ലാത്ത് ഫ്രേസ് an engine refers to? നമുക്കറിയാം ആ പോയത്തിൽ പറയുന്നുണ്ട് an engine chuffing me off like a Jew എന്ന് പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ട്. അപ്പം അത് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? ലാംഗ്വേജിനെയാണോ, വെഹിക്കിളിനെയാണോ, ഹാർട്ട് ബീറ്റിനെയാണോ, അതോ സൗണ്ടിനെയാണോ എന്നാണ് ചോദ്യം. നമുക്കറിയാം അതിന് തൊട്ട് മുന്നേയുള്ള സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? അച്ഛനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇഷ്. എപ്പോഴൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ നോക്കുമ്പോഴൊക്കെ എന്താണ് ബാബ് വയസ് നെയറിൽ തൻ്റെ നാക്ക് കുടുങ്ങിയതുപോലെയാണ്. ഐ ഇഷ് എന്ന് മാത്രമേ വരുന്നുള്ളൂ. അവർ പറയുന്നത് ഷീ ഫൈൻസ് ദ ലാംഗ്വേജ് ഒബ്സീൻ, ജർമ്മൻ ലാംഗ്വേജിന് ഒബ്സീൻ ആയിട്ടാണ് കാണുന്നത്. അത് എപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ എന്താണ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക്
കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന ട്രെയിനിനെ പോലെയാണ് അവർക്ക് തോന്നുന്നത്. എപ്പോഴൊക്കെ ജർമ്മൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതോ അപ്പോഴൊക്കെ എന്താണ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് തിക്കി നിറച്ച് കൊണ്ടുപോകുന്ന ജ്യൂസിനെ പോലെയാണ് അവർക്ക് തോന്നുന്നത്. സോ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോഴാണ് ലാംഗ്വേജ് ഇസ് എ നെഞ്ചിൻ എന്നാണ്. അതുകൊണ്ടാണ് ഐ മേ വെൽ ബി എ ജൂ എന്ന അവർ അവസാനം പറയുന്നത്. കാരണം അസോസിയേറ്റ് ചെയ്യാണ്, അവരും പ്രോസിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ്, ഇവരും അതുപോലെ എന്താണ് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്. സോ അതിനെയും റിലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സോ ഇവിടെ എൻജിൻ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. ആ ജർമ്മൻ ലാംഗ്വേജ് ഇസ് എൻ എൻജിൻ. ആ എൻജിൻ എന്താണ്, അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോവാണ് എന്ന് പറയുന്നുണ്ട്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. സോ നമ്മുടെ ആൻസർ വരുന്നത് ലാംഗ്വേജ് ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following places is different from the rest as it appears in Daddy by Sylvia Plath? ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. An engine chuffing me off like a Jew എന്ന് പറഞ്ഞിട്ട് കുറച്ച് പ്ലേസസ് പറയുന്നുണ്ട്. ഡെക്കാവ് പറയുന്നുണ്ട്, ഓസ്വിച്ച് പറയുന്നുണ്ട്, ബെൽസൺ പറയുന്നുണ്ട് അല്ലേ. ഈ മൂന്നും എന്താണ്? കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. റൈറ്റ്. എന്നാൽ നോസെറ്റിനെയും പറയുന്നുണ്ട് മൂന്നാമത്തെ സ്റ്റാൻസയിൽ. പോയത്തിൻ്റെ മൂന്നാമത്തെ സ്റ്റാൻസയിൽ നോസെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നോസെറ്റിനെ പറയാൻ ആ ഡാഡിയുടെ ഇൻഫ്ലുവൻസ് ആണ് അല്ലേ. ഫ്രിസ്കോ സീൽ മുതൽ നോസെറ്റ് വരെ. നോസെറ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ കുട്ടിക്കാലം ഇവർ ചിലവഴിച്ചിരുന്ന സ്ഥലമാണ്. മസാച്യുസെറ്റ്സിൽ അമേരിക്കയിലെ സ്ഥലമാണ്. ദെൻ നമ്മുടെ ഓട്ടോ പ്ലാത്ത് ആദ്യമായിട്ട് വന്നിറങ്ങിയിട്ടുള്ള സ്ഥലമാണ്. അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത് വന്ന സ്ഥലമാണ് നോസെറ്റ്. സോ നോസെറ്റ് എന്നുള്ളത് എന്താണ്? അമേരിക്കയിലെ ഒരു സ്ഥലമാണ്, മസാച്യുസെറ്റ്സിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ മൂന്നും കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്. ദെൻ രണ്ടാമത്തത് അമേരിക്കയിലുള്ള സ്ഥലമാണ്. ദെൻ ആ പോയത്തിൽ പറയുന്ന വേറുണ്ട്. ടൈറോൾ പറയുന്നുണ്ട്, ഓസ്ട്രിയയിലെ തന്നെ പറയുന്നുണ്ട്. വിയന്ന പറയുന്നുണ്ട്. ടൈറോളിനെ കുറിച്ചിട്ടും വിയന്നയെ കുറിച്ചിട്ടും പ്ലേസസിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഏതെല്ലാം പ്ലേസസ് പോയത്തിൽ പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ഇത്രയും പ്ലേസസ് പറയുന്നുണ്ട്. ഡെക്കാവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഓസ്വിച്ചിനെ കുറിച്ച് പറയുന്നുണ്ട്, ബെൽസൺ. ഈ മൂന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. ഇനി വേറൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിന്റെ പേര് ചോദിച്ചിട്ട് പോയത്തിൽ പറയാത്ത കോൺസെൻട്രേഷൻ ക്യാമ്പ് ഏത് എന്ന് ചോദിക്കാം. ദെൻ ഈ പ്ലേസസ്, ദെൻ നമ്മൾ സാൻ ഫ്രാൻസിസ്കോയെ കുറിച്ച് പറയുന്ന ഫ്രിസ്കോ സീലിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അതുകൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. സോ ഡെക്കാവ്, ഓസ്വിച്ച്, ബെൽസൺ, നോസെറ്റ്, ടൈറോൾ, വിയന്ന, ദെൻ സാൻ ഫ്രാൻസിസ്കോ. ഇത്രയും സ്ഥലങ്ങളെയാണ് നമ്മുടെ പോയത്തിൽ മെൻഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. മൈ ലാസ്റ്റ് ടച്ചസ് സെറ്റിംഗ് ഇൻ റിനൈസൻസ് ഇറ്റലി ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, റിനൈസൻസ് ഇറ്റലിയിലെ ഒരു കോട്ടാണ് ഡ്യൂക്ക് അൽഫോൺസോ അല്ലേ, അൽഫോൺസോ ഫെറാറയിലെ ഡ്യൂക്കിൻ്റെ ഒരു കോട്ടിൽ വെച്ചിട്ടാണ് അതിൻ്റെ സെറ്റിംഗ് നടക്കുന്നത്. അതൊരു 14ാം സെഞ്ച്വറി നമുക്ക് എടുക്കാൻ പറ്റുന്ന റിനൈസൻസ് ഇറ്റലിയാണ് അല്ലേ. സോ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. റിഫ്ലെക്ട്സ് ദ ഡ്യൂക്സ് ലവ് ഫോർ ഇറ്റാലിയൻ കൾച്ചർ, ഹൈലൈറ്റ്സ് ദ ഇറാസ് എംഫസിസ് on art, power and patriarchy, provides a romantic backdrop for the story, shows the Duke's disdain for Italian society. നമ്മൾ ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഹൈലൈറ്റ്സ് ദ ഇറാസ് എംഫസിസ് ഓൺ ആർട്ട്, പവർ ആൻഡ് പേട്രിയാക്കി. കൃത്യമായിട്ട് അതിൽ ആർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, പവറിനെ കുറിച്ച് പറയുന്നുണ്ട്, പേട്രിയാക്കിയെ കുറിച്ചിട്ടും പോയത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. ആർട്ട് എന്ന് പറയുമ്പോൾ 2 പീസസ് ഓഫ് ആർട്ടാണ് അതിൽ പറയുന്നത്. ഒന്നാമത്തത് നമ്മുടെ ഡച്ചസിൻ്റെ പെയിൻറ്റിങ്, രണ്ടാമത്തത് നമ്മുടെ സീ ഹോസിന് മെരുക്കുന്ന എന്തായിരുന്നു പേര് മറന്നുപോയി. യെസ്, അത് ഓർത്തിരിക്കുന്നു നിങ്ങൾ കേട്ടോ. യെസ്, സീ ഹോസിനെ മെരുക്കുന്ന ഗോഡ് ഓഫ് നെപ്റ്റ്യൂൺ മെരുക്കുന്ന, അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കും. സോ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ പവറും പേട്രിയാക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആദ്യത്തെ ലൈന് മുതൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ദിസ് ഈസ് മൈ ലാസ്റ്റ് ടച്ചസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സോ അദ്ദേഹമാണ് ആ പെയിൻറ്റിങ്ങിൻ്റെ കേർട്ടൻ വലിക്കുന്നത്. വേറെ ആരും അതിന് ധൈര്യപ്പെടൂല. എങ്ങനെയായിരിക്കണം എൻ്റെ ഡച്ചസിനെ പെർസീവ് ചെയ്യപ്പെടേണ്ടത് ഈവൻ ആഫ്റ്റർ ഹെർ ഡെത്ത്, അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഞാനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലേ. എങ്ങനെ അവർ നോക്കപ്പെടണം. സോ ഞാൻ വലിക്കുമ്പോൾ മാത്രം കാണുക, എൻ്റെ കണ്ണുകളിലൂടെ മാത്രം നിങ്ങൾ കാണുക, അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ അവൾ എൻ്റെ ഭാര്യയാണ്. സോ ഞാൻ എങ്ങനെ അവളെ പെർസീവ് ചെയ്യപ്പെടണം അത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഞാനാണ് എന്നുള്ളത് കൃത്യമായിട്ട് പോയത്തിൽ പറയുന്നുണ്ട്. ആ ഒരു സാധനം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കും. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following is not true about the poem Night of the Scorpion?
നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ നസീം എസ്കിയൻ്റെ വളരെ രസകരമായിട്ട് ഒരു രാത്രി സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ. എ ഡോക്ടർ വാസ് കോൾഡ്, എ ഹോളി മാൻ വാസ് കോൾഡ് ടു പെർഫോം റൈറ്റ്സ്. ദ സ്റ്റിംഗ് ലോസ്റ്റ് ഇറ്റ്സ് ഇഫക്റ്റ് ആഫ്റ്റർ 10 hours. ദ ഫാദർ വാസ് എ റാഷണലിസ്റ്റ്. എ ഡോക്ടർ വാസ് കോൾഡ്, നോ, ഡോക്ടർ ഒന്നും വിളിക്കുന്നില്ല, പ്രാർത്ഥനകളാണ് അല്ലെ. എഫിക്കസി ഓഫ് പ്രേയേഴ്സ് ആൻഡ് കളക്റ്റീവ് ആക്ഷൻ ആണ് മെയിനായിട്ട് പറയുന്നത്. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ആരെങ്കിലും ഒരു സഫർ ചെയ്യുമ്പോൾ എല്ലാ ആളുകളും വന്ന് കൂടൂലേ. അതാണ് അവിടെ സ്വാം ഓഫ് ബീസ്, സ്വാം ഓഫ് ഫ്ലൈസ് ആയിട്ട് നമ്മുടെ പെസൻസ് വരുന്നുണ്ട് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് മെൻഷൻ ചെയ്യുന്നത് എന്താണ്, അവിടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു സഫറിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് ബ്രിങ്സ് പീപ്പിൾ ടുഗെദർ എന്നുള്ള സാധനം കിട്ടും. ബട്ട് അവിടെ എന്താ ചെയ്യുന്നത്, ആ ഒരു സമയത്ത് എന്താണ്, സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സും കാര്യങ്ങളും പ്രാർത്ഥനകളാണ്. എല്ലാവരും കൂടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് ഒന്ന് വേറെ ആയിരിക്കും അല്ലേ. അതാണ് അതിൻ്റെ എഫിക്കസി ഓഫ് പ്രേയേഴ്സ് ആൻഡ് കളക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് നമുക്കവിടെ കൊടുക്കാൻ പറ്റുന്നത്. സോ ഡോക്ടർ വാസ് നെവർ കോൾഡ്, റൈറ്റ്, ഡോക്ടറെ വിളിച്ചിട്ടില്ല. ഹോളി മാൻ വാസ് കോൾഡ് ടു പെർഫോം, യെസ്, ഹോളി മാൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻകാൻറ്റേഷൻ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ടൈം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ 2 ശരിയാണ്. ദ സ്റ്റിംഗ് ലോസ്റ്റ് ഇറ്റ്സ് ഇഫക്റ്റ് ആഫ്റ്റർ 10 years അല്ല, 10 hours അല്ല, 20 hours ആണ്. സോ രണ്ടാമത്തെ ദ ഫാദർ വാസ് എ റാഷണലിസ്റ്റ്, യെസ്, സ്കെപ്റ്റിക്കും കൂടെ ആയിരുന്നു അല്ലേ, സ്കെപ്റ്റിക് ആൻഡ് റാഷണലിസ്റ്റ്. അപ്പം 2ഉം 4ഉം കറക്റ്റാണ്. നമുക്ക് എന്ത് കൊടുക്കാം, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. സോ അതിൽ കുറച്ച് സമയങ്ങളൊക്കെ കൃത്യമായിട്ട് 10 മണിക്കൂർ മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്കോർപ്പിയൻ ഉണ്ട്, സ്കോർപ്പിയന് മഴയാണ് വീട്ടിലേക്ക് വന്നത്. ദെൻ പാർട്ടിങ് വിത്ത് ഇറ്റ്സ് പോയിസൺ എന്ന് പറഞ്ഞിട്ട് അത് പോകുന്നുണ്ട്. ദെൻ ഡയബോളിക് എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ചില എന്താണ് സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ടീസ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് പോയംസ് ഹാസ് എ കോണുകോപ്പിയ സിമ്പിൾ. തന്നിരിക്കുന്നതിൽ കോണുകോപ്പിയ സിമ്പിൾ ഉള്ള പോയം ഏതാണ്? ഡാഡി, എ പ്രേയർ ഫോർ മൈ ഡോട്ടർ, ടിൻഡൻ ആബി, ഇറ്റ് വാസ് സ്കൈലാർ. കോണുകോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പോയത്തിലേക്ക് ഏത് പോയമാണെന്ന് കിട്ടും. കോണുകോപ്പിയ എന്ന് പറയുമ്പം ഹോൺ ഓഫ് പ്ലെൻറ്റി ആണ് കേട്ടോ. ഹോൺ ഓഫ് പ്ലെൻറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഏതാണ് പോയം എന്നുള്ളത്. എ പ്രേയർ ഫോർ മൈ ഡോട്ടർ, കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ഫൈൻ വിമൻ ഈറ്റ് ക്രേസി സാലഡ് വിത്ത് ദിയർ മീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് പറയുന്നുണ്ടല്ലോ. ഫൈൻ ആയിട്ടുള്ള വുമൺ എന്താണ്, ക്രേസി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും ലൈഫിൽ എന്ന് പറയാണ്. അതോടുകൂടി എന്താണ്, ദ ഹോൺ ഓഫ് പ്ലെൻറ്റി ഈസ് അൺഡൺ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹോൺ ഓഫ് പ്ലെൻറ്റി നമുക്ക് കോണുകോപ്പിയ എന്നുള്ള ഒരു ടേം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാം. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി അടുത്തത്, ഇൻ നൈറ്റ് ഓഫ് ദ സ്കോർപ്പിയൻ വേർ ഡിഡ് ദ സ്കോർപ്പിയൻ ലീവ് ഇറ്റ്സ് മാർക്ക് ഓഫ് സഫറിംഗ് ഓൺ ദ സ്പീക്കേഴ്സ് മദർ, ആംഗിൾ, ഫുട്ട്, ടോ, കാഫ്. എവിടെയാണ് നമ്മുടെ സ്കോർപ്പിയൻ സ്റ്റിങ് ചെയ്തത്? നമുക്ക് ആദ്യം വായിച്ചാലൊന്നും കിട്ടൂല. കൃത്യമായിട്ട് പറയുന്നുണ്ട് പാർട്ടിങ് വിത്ത് ഹിസ് പോയിസൺ എന്ന് പറയുമ്പോൾ തന്നെ കുത്തിയിട്ടുണ്ട്. ഫ്ലാഷ് ഓഫ് ഇറ്റ്സ് ഡയബോളിക് ടെയിൽ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കുത്തി അത് തിരിച്ചെന്താണ് പുറത്തിറങ്ങി പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അല്ലേ. പാർട്ടിങ് വിത്ത് ഹിസ് പോയിസൺ ആണ് സ്റ്റിങ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് അതിൽ കൊടുക്കുന്ന ലൈൻ. എന്നിട്ട് ആളുകൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു. എവിടെയാണ് കുത്തിയതെന്ന് അവസാനം നമുക്ക് അറിയുന്നത് അച്ഛൻ ആ പാരഫിൻ വാക്സ് ബിറ്റൻ ടോല് പുരട്ടുമ്പോഴാണ്. അവിടെയാണ് പറയുന്നത് ബിറ്റൻ ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, ടോ ആണ് എന്നുള്ളതായി വരും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് ബിറ്റൻ ടോ. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. യെസ്, ദ സ്വെറ്റ് ഓഫ് യുവർ ഡാഷ്, ദ ഡാഷ് ഓഫ് യുവർ സ്ലേവറി. ഇത് ആഫ്രിക്ക എന്ന് പറഞ്ഞ പോയത്തിലെ ലൈൻസ് ആണ്. സോ ഇവിടെ എന്ത് വരും എന്നുള്ളതാണ്. വർക്ക് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, സാവന്ന ഉണ്ട്. സോ ദ സ്വെറ്റ് ഓഫ് യുവർ വർക്ക്, ദ വർക്ക് ഓഫ് യുവർ സ്ലേവറി കേട്ടോ. നമുക്കറിയാം ഒരു അനാഡിപ്ലോസിസ് എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. അനാഡിപ്ലോസിസ് എന്ന് പറയുന്ന, യെസ്, the blood of your sweat, the sweat of your work, the work of your slavery, the slavery of your children എന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. സോ ഒരു ലൈനിൻ്റെ അവസാനത്തെ വാക്ക് ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ ലൈന് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും അതെന്താണ്, ആ അവസാനത്തെ വാക്ക് ഉപയോഗിച്ചിട്ട് അടുത്ത ലൈന് സ്റ്റാർട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ അനാഡിപ്ലോസിസ് എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടെ യൂസ് ചെയ്യാം. സോ വർക്ക് ആണ്, ബ്ലഡ് അല്ല, ചിൽഡ്രൻ അല്ല, സെവാനയല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് വർക്ക് ആണ്. ദ ബ്ലഡ് ഓഫ് യുവർ സ്വെറ്റ്, ദ സ്വെറ്റ് ഓഫ് യുവർ വർക്ക്, ദ വർക്ക് ഓഫ് യുവർ
ദ സ്ലേവറി ഓഫ് യുവർ ചിൽഡ്രൻ എന്ന് പറയുന്നിട്ടുള്ള ലൈൻസ് നമ്മുടെ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അനാഡിപ്ലോസിസ് എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് കൂടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കുക. നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. Which of the following figure is not referenced in Gray's meditation on unfilled greatness? സോ അതിൽ കുറച്ച് ആളുകൾ പറയുന്നുണ്ട് അല്ലേ. ജോൺ മിൽട്ടൺ, മ്യൂട്ട് ഇൻഗ്ലോറിയസ് മിൽട്ടൺ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഏനെ കുറിച്ച് പറയുന്നുണ്ട്? ഓലിവർ ക്രോംവെൽ അല്ലേ. ക്രോംവെൽ ഗിൽറ്റ്ലെസ് ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറയുന്നുണ്ട് അല്ലേ. ക്രോംവെലിനെ കുറിച്ച് പറയുന്നുണ്ട്. വില്ലേജ് ഹാംപ്റ്റനെ കുറിച്ച് പറയുന്നുണ്ട്. ഹാംപ്റ്റൺ എന്ന് പറയുമ്പോൾ സിവിൽ ലിബർട്ടി ചാമ്പ്യൻ ആട്ടോ. സിവിൽ ലിബർട്ടി ചാമ്പ്യൻ ആണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ മ്യൂട്ട് ഇൻഗ്ലോറിയസ് മിൽട്ടനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദെൻ ക്രോംവെൽ ഗിൽറ്റ്ലെസ് ഓഫ് ഹിസ് കൺട്രീസ് ബ്ലഡ് എന്ന് പറയുന്നുണ്ട്. ദെൻ വില്ലേജ് ഹാംപ്റ്റൺ, ടൈറന്റിനെതിരെ നിന്നിട്ടുള്ള ഒരു വില്ലേജ് ഹാംപ്റ്റനെ കുറിച്ചിട്ടും കൂടെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അലക്സാണ്ടർ പോപ്പിനെ കുറിച്ചിട്ട് പറയുന്നില്ല. സോ ആരൊക്കെ കുറിച്ചിട്ട് പെൻഷൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ പോയത്തിൽ നിന്ന് നോക്കാം. ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. യെസ്, അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.